ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ കൂടെ ഉള്ളത് മിസ്റ്റർ രതീഷ് ആണ്. ടാക്സ് അല്ലാതെ അമേരിക്കയിൽ വന്നിട്ട് ഇനി അടുത്ത വർഷം എനിക്കിത് കാണണ്ട എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒരു അനോയിങ് ആയിട്ടുള്ള ഒരു ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്ന ഒരു കാര്യം, എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഈ ജെൻഡർ റിവീൽ പാർട്ടി ഇവിടുത്തേത് എനിക്കത് ഇച്ചിരി ടൂ മച്ച് ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം ചില ആൾക്കാർക്ക് ഇപ്പം നിങ്ങൾക്കൊരു കളേർഡ് കപ്പ് കേക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പാർട്ടി വെച്ചൂടെ? അതിനു വേണ്ടിയിട്ട് ഈ ജെൻഡർ റിവീൽ പാർട്ടിയുടെ എനിക്ക് തോന്നുന്ന പല പല ആസ്പെക്ട് എനിക്ക് തോന്നുന്നത്, ഒന്നെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതൊരു ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിനെ പ്രോത്സാഹിപ്പിക്കുവാണ്. രണ്ടാമത്തത് ഈ 2020 അല്ലേ നമ്മുടെ സൗത്ത് കാലിഫോർണിയയിലെങ്ങാണ്ട് ഈ ജെൻഡർ റിവീൽ പാർട്ടി നടത്തിയിട്ട് വൈൽഡ് ഫയർ ഉണ്ടാവുകയും അവിടെ ഒരു ഫയർ ഫൈറ്റർ വന്ന ആ ഫയർ ഫൈറ്റർ മരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ തരത്തിലുള്ള പുതിയ പുതിയ ആചാരങ്ങളും ട്രഡീഷൻസും ഒക്കെ ഇവിടെ കൊണ്ടുവരുന്നത് അല്ലെ. എനിക്ക് ഈ ഒരു ജെൻഡർ റിവീൽ പാർട്ടിയാണ് എനിക്ക് ഭയങ്കര അനോയിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കത് 2025 ആകുമ്പോഴെങ്കിലും എനിക്ക് തോന്നുന്നില്ല അത് ആൾക്കാർ നിർത്തുന്നത്. പക്ഷെ ഇത് ഈയിടെയായി ബേബി ഷവറിങ് ഈസ് ഓക്കെ, അതൊരു ഡിഫറെന്റ് തിങ് ആണ്. നമുക്കത് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. ചിലപ്പോൾ അല്ലെ ഒരു പുതിയ കുട്ടീനെ വെൽക്കം ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കോ അതൊക്കെ. പക്ഷെ ജെൻഡർ റിവീൽ പാർട്ടി, ഇനി വേറൊരു കാര്യം പറയുവാണെങ്കിൽ, ഇപ്പൊ ഈ LGBTQ കമ്മ്യൂണിറ്റി ഒക്കെ നമ്മളിപ്പോൾ പണ്ട് മുതലേ ഉണ്ടായിരുന്നതാണ്. പക്ഷെ നമ്മൾക്കിപ്പോ കൂടുതൽ അതിനെക്കുറിച്ച് അവെയർ ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ ജെൻഡർ റിവീൽ പാർട്ടിയിൽ മെയിൻ ആയിട്ടും ബോയ് ആൻഡ് ഗേളെ നമ്മൾ പറയുന്നുള്ളൂ അല്ലെ. ഇപ്പം ടെക്നിക്കലി നോക്കുവാണെങ്കിൽ ഒരു 5000-ഓ 6000-ഓ പേരിൽ ഒരാളെങ്കിലും ഈ LGBTQ കമ്മ്യൂണിറ്റിയിൽ വരാൻ പറ്റുന്ന ഒരാളാണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ ജെൻഡർ റിവീൽ പാർട്ടി നടത്തുന്നത് ഒരു എനിക്ക് തോന്നുന്നില്ല അതൊരു നല്ലൊരു ട്രെൻഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പം പറയുവാണെങ്കിൽ പലതരത്തിലും ഇപ്പം ഈ ചില ആൾക്കാർ ഹീലിയം ബലൂണ് ഉയർത്തിയിട്ടാണ് അത് ആഘോഷിക്കുന്നത്. അതിന്റെ എക്സ്ട്രീമിലോട്ട് പോകുന്നുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ ഈ ജെൻസി പുതിയ ജനറേഷനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഈ ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്, എന്താ പറയുന്നത്, നമ്മള് അത് എനിക്ക് തോന്നുന്നത് പലതരത്തിൽ അതിന്. കാരണം അവര് തന്നെയാണല്ലോ ഈ LGBTQ കമ്മ്യൂണിറ്റിയുടെ അവയർനെസ് കൊണ്ടുവരുന്ന, അവര് തന്നെ ഈ ജെൻഡർ റിവീൽ പാർട്ടി നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ എനിക്ക് അതൊരു ഹിപ്പോക്രസി ആയിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഈ ന്യൂ ഇയറിൽ എന്താ പറയുന്നത്, ഈ ഒരു സംഭവം എനിക്ക് കാണാതിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇത് ഈ ഒരു ന്യൂ ഇയർ എപ്പിസോഡിൽ വിളിച്ചതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ഡിസ്നി. അതുപോലെ തന്നെ എല്ലാവർക്കും, ഇത് കാണുന്ന എല്ലാവർക്കും 2025 ഒരു നല്ല വർഷമായിരിക്കട്ടെ എന്നുള്ള ആശംസകളുമായിട്ട് ആശംസകളായിട്ട് കൊടുത്തിരിക്കുന്നു. ആയിക്കോട്ടെ. അപ്പം ഈ ഡിസ്നി പറഞ്ഞ ഈ പോയിന്റിനോട് അനുബന്ധിച്ച് തന്നെ, അതായത് ഇന്ന് ഈ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു എൻവയോൺമെന്റിൽ ഒരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുള്ളത്, അതായത് പണ്ടാണെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസിൽ പോകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുള്ള ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്ക് പീപ്പിൾ യൂസ് ടു ടേക്ക് ഫോട്ടോഗ്രാഫ്സ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അതിൻ്റെ ഒരു ലിമിറ്റ് ബിയോണ്ട് പോകുന്ന രീതിയിലാണ് ഇന്ന് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരുപാട് അതിപ്രസരമുണ്ട്. ലൈക്ക് ഒരുപാട് പേര് ഇതുപോലെ ഇൻസ്റ്റാഗ്രാം ദേ ആർ ഡൂയിങ് റീൽസ്, അതുപോലെ തന്നെ പല കാര്യങ്ങൾ ചെയ്യുന്ന, ഇൻക്ലൂഡിങ് ഞാനും അത് ചെയ്യാറുണ്ട്. ഇൻഫ്ലുവൻസേഴ്സിനെ തട്ടിട്ട് നമുക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ മാറിയിരിക്കുകയാണ്. പണ്ടൊരു ഇതുണ്ടായിരുന്നു, അതായത് ബാംഗ്ലൂരില് നമ്മൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അവിടെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ചെല്ലുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, ഒരു കല്ലെടുത്ത് ബാംഗ്ലൂർ എറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വന്ന് വീഴുന്നത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ തലയിലായിരിക്കും എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഇവിടെ നമ്മള് ആ കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ അല്ല, ഒരു ഇൻഫ്ലുവൻസറിന്റെ തലയിലാണ് വന്ന് വീഴുന്നത്. അപ്പൊ ഈ പറഞ്ഞത്, പക്ഷെ അത് വിച്ച് ഈസ് ഓൾ ഗുഡ്. ലൈക്ക് കുറച്ച് പേര് അതൊരു പാഷനായിട്ട് ചെയ്യുന്നവരുണ്ട്, കുറെ പേര് ഹോബി, അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വിച്ച് ഈസ് ഐ എം നോട്ട് ക്വസ്റ്റനിങ് എനി ഓഫ് ദോസ്. പക്ഷെ അവിടെ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് യു മസ്റ്റ് ബി ഇൻക്ലൂഡിങ് ഇൻ ടു സം അതർ പീപ്പിൾസ് പ്രൈവസി ഓൾസോ. ലൈക്ക് അതായത് അവിടെ വന്ന് നമ്മളിപ്പോ പലയിടത്തും കണ്ടിട്ടുണ്ട്, അതായത് ഒരു സ്ട്രീറ്റ് പൊക്കൊണ്ടിരിക്കുന്ന സ്ട്രീറ്റിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ട്രാഫിക് ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് പീപ്പിൾ ആർ ഡൂയിങ് ലൈക്ക് ഡാൻസ്, അതുപോലെയുള്ള പല കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ അപ്പൊ ആ നടന്നു വരുന്ന ആൾക്കാരെ ഇവരെ ഒഴിവാക്കി പോകേണ്ടി വരിക. ലൈക്ക് അപ്പം ഇവരുടെ ഒരു പ്രയോറിറ്റി, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു ടാസ്കിന് വേണ്ടി അതർ പീപ്പിൾ ആർ ഡൂയിങ് സംതിങ് എൽസ് വിച്ച് ദേ ആർ നോട്ട് ഡൂയിങ്. അല്ലല്ലേ, ഇപ്പൊ ഈ പറയുന്ന ഫോട്ടോ എടുക്കുന്നത്, നമ്മളിപ്പോ വരുന്ന വഴിക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് ആൾക്കാർ നിപ്പുണ്ടാവാം, അപ്പുറത്ത് നോക്കുമ്പോൾ കുറച്ച് അപ്പുറത്ത് റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുക, ഒരു വീഡിയോ എടുക്കുകയാവാം.
ലൈക്ക് അപ്പം അങ്ങനെയുള്ള ഒരു ട്രെൻഡ് ഒരുപാട് ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. മേ ബി അത് മാറുമോ എന്നറിയില്ല. ബട്ട് ദാറ്റ്സ് സംതിങ് വിച്ച് ഐ വിഷ് ലൈക്ക് ഇറ്റ് കുഡ് ചേഞ്ച്. എനിക്ക് തോന്നുന്നു അത് മാറും. കാരണം ഞാൻ കണ്ടിട്ടുള്ള ഒരു മാറ്റം, ഞാൻ ഇവിടെ വന്ന സമയത്തൊക്കെ നമ്മളിപ്പോ ഒരു ഫോട്ടോ എടുക്കുവാണെങ്കിൽ എല്ലാവരും കോട്ടസി ആയിട്ട് എല്ലാവരും മാറി നിൽക്കുവാന്ന് വെച്ചാൽ നമുക്കൊരു അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് തരണം ചോദിക്കും, അല്ലെങ്കിൽ നമ്മളെ ഫോട്ടോ എടുത്ത് കഴിയുന്നതിന് വരെ വെയിറ്റ് ചെയ്യും. പക്ഷെ ഇപ്പൊ ആൾക്കാരത് ചെയ്യുന്നില്ല. കാരണം അവരത് കണ്ട് അവരിപ്പം ഇങ്ങനെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാറി നിൽക്കാൻ തുടങ്ങിയാൽ അവർക്ക് പോയിന്റ് എ ടു പോയിന്റ് ബി അവർക്ക് പോകേണ്ട സ്ഥലത്ത് എത്താൻ പറ്റത്തില്ല. കാരണം അതുപോലെയാണ് ആൾക്കാർ നടക്കുന്നിട്ട് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുക. അപ്പം ഈ ക്രൗഡിനെ അപ്പൊ നമ്മൾ ഇനി ആരെങ്കിലും റീൽസ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഈ ക്രൗഡ് മാറി നിൽക്കണം എന്നുള്ള എക്സ്പെക്ടേഷനിൽ പോകാതെ ക്രൗഡിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉള്ള ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ഫിൽട്ടർ ഒക്കെ ഉപയോഗിച്ച് അവരെ എഡിറ്റ് ചെയ്ത് കളയുകയോ അങ്ങനത്തെ. എനിക്ക് തോന്നുന്നു ഇപ്പം അല്ലെ എല്ലാ ഫോണിലും ഫീച്ചറൊക്കെ വരുന്നത്. കാരണം ആൾക്കാർ മാറി നിൽക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ആ ഒരു കാര്യം എനിക്കൊരു ഹോപ്പ്ഫുൾ ആണ് കേട്ടോ. ഈ ആൾക്കാർ നേരത്തെ മാറി നിൽക്കുകയും ഇപ്പൊ ചെയ്യാതിരിക്കുന്നതിനും പ്രോബബ്ലി ഒരു റീസൺ ഉണ്ടാവും. ലൈക്ക് പണ്ട് അങ്ങനെ ഒരു കുറച്ച് പേരേ ഉള്ളൂ. റൈറ്റ്. ആൻഡ് യു ആർ ക്യാപ്ചറിങ് എ മൊമെന്റ്. ചിലപ്പം അവര് ഫാമിലി ആയിട്ടുള്ള ഒരു പിക്ചർ എടുക്കാനാവാം, അങ്ങനെയല്ല. ഇപ്പൊ പക്ഷെ ക്യാപ്ചറിങ് മൊമെന്റിനെക്കാട്ടിലും കൂടുതൽ ഇറ്റ്സ് ലൈക്ക് ഷോയിങ് ഓഫ്. അല്ലല്ല, നമ്മൾ ആക്ച്വലി പണ്ട് ആ ഒരു മൊമെന്റ് നമ്മൾ ഇന്ന സ്ഥലത്ത് വന്നതിന്റെ ഒരു മെമ്മറി ആണെങ്കിൽ ഇപ്പൊ നമ്മള് അതിനു വേണ്ടിയിട്ട് ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതെങ്ങനെ ഫേക്കായി വിൽക്കാമെന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം മറ്റേ ആൾക്കാർ അതിന് മാത്രം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ മറ്റേ ആൾക്കാർ അതിന് മാത്രം അവരുടെ വാല്യൂബിൾ ആയിട്ടുള്ള ടൈം കളയേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പം അതുപോലെ എനിക്ക് വേറൊരു കാര്യം, നമ്മള് ഈ ഫ്രേസസും ഒക്കെ നമ്മൾ ഒരുപാട് കേട്ട് എനിക്ക് ഇവിടുത്തെ ഒരു ഫ്രേസസ് അമേരിക്കയിൽ വന്നതിന് ശേഷമാണ് അത് സുപരിചിതമായിട്ടുള്ള ഒരു ഫ്രേസ് ആണ്, യു നോ വാട്ട് ഐ മീൻ. അതെ അതെ അതെ, ഐ നോയും അങ്ങനെ തന്നെ. അതെ അതെ, അത് ഐ നോ എന്ന് പറയുന്നതും യു നോ വാട്ട് ഐ മീനും അത് എനിക്കത് ഭയങ്കര അനോയിങ് ആയി തോന്നിയിട്ടുണ്ട്. ഞാനത് ഇപ്പോഴൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, ഐ ഡു നോട്ട് നോ വാട്ട് യു മീൻ. അത് ഒന്ന് പറഞ്ഞിട്ട് പോവായിരുന്നെങ്കിൽ. കാരണം ഒന്നെങ്കിൽ ഐതർ എനിക്ക് തോന്നുന്നു അവർക്ക് തന്നെ അതിന്റെ ഉത്തരം അറിയത്തില്ല, ഇനി നമ്മൾ അതിന് ഉത്തരം പറയുവാണെങ്കിൽ അതാണ് അവരുടെ ഉത്തരം എന്ന് പറയാനായിട്ടാണ്. പക്ഷെ അത് ഒത്തിരി എനിക്ക് അനോയിങ് ആയി തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഐനോയും നമ്മള് ചില ആൾക്കാർ നമ്മളൊരു കാര്യം ഫിനിഷ് പോലും ചെയ്യാൻ സമ്മതിക്കത്തില്ല, അതിന് മുന്നേ ഐനോ എന്ന് പറയും. അപ്പൊ ഞാനത് റീസെന്റ് എവിടെയോ വായിച്ചൊരു കാര്യമാണ്, നമ്മൾ കുട്ടികളെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം ഈ ഐനോ എന്ന് പറയാതിരിക്കാൻ. നിങ്ങൾക്കിപ്പോ ഒരു കാര്യം അതൊരു ബാഡ് ലിസണറിന്റെ ക്വാളിറ്റി ആണെന്ന്, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു കാര്യം 100% അറിയാം. ഇപ്പം ഞാൻ പറയാണ് ഭൂമി ഉരുണ്ടതാണ്, അപ്പം നിനക്കത് അറിയാമല്ലോ. പക്ഷെ എങ്കിലും നീ വെയിറ്റ് ചെയ്യ്, ചിലപ്പം അതിനുശേഷം ഞാൻ വേറെ എന്തെങ്കിലും പറയുമായിരിക്കും. അല്ലെങ്കിൽ അത് ഐനോ എന്ന് പറയരുതെന്ന്. ഞാൻ അത്രയ്ക്കും ഒരു ഫാക്ച്വൽ കാര്യം പറഞ്ഞാൽ പോലും ആ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാൻ. കാരണം നമ്മൾ ആ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്താൽ ഈ യുനോ വാട്ട് ഐ മീനും ഐനോയും ഒരു ഹാബിറ്റാണ്. നമ്മളത് പറഞ്ഞാല് എന്താ പറയുന്നത്, നമ്മളുടെ കോൺവെർസേഷനിൽ അത് അറിയാതെ വരും അല്ലെ. അപ്പം അതുപോലെ നമ്മൾ ഈ ന്യൂ ഇയർ 2025 എന്തെങ്കിലും ഒരു ബിഹേവിയറൽ ചേഞ്ച് വേണമെന്ന്, അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ ഇന്ന കാര്യത്തിൽ ബിഹേവിയറൽ ചേഞ്ച് വരുത്തുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ? ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, നമ്മുടെ കുഞ്ഞിലെ നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിപ്പിച്ച എത്ര കാര്യങ്ങൾ നമ്മൾ ഓർമ്മയുണ്ട്, ചില കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പാർട്ട് ഓഫ് കരിക്കുലം അല്ലെ, എങ്ങനെ നന്നായി ഒരു കോൺവെർസേഷൻ ചെയ്യാം, ഹൗ ടു റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി എന്നുള്ളത് അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പൊ ഈ റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി എന്നുള്ളത് ഒരു വലിയ വൈഡ് ടോപ്പിക്കാണ് അല്ലെ. അപ്പം അത് അങ്ങനെ റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായതോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് നഷ്ടമായതോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റോറി ഓർമ്മയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലെസൺ ലേൺ ചെയ്തിട്ടുണ്ടോ? റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി ചെയ്യണം, അത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് തോന്നിക്കാൻ കാരണമാക്കി എന്തെങ്കിലും ഒരു ലെസൺ ലേൺ ചെയ്തൊരു കഥയുണ്ടോ? ഡിസ്നി പറഞ്ഞ പോലെ റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി എന്ന് പറയുന്നത് വളരെ ഒരുപാട് എന്തുവാണ് ഒരു ബ്രോഡായിട്ടുള്ള അതായത് ഈ റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി എന്ന് പറയുന്നത് നമ്മൾ ഒരു പർപ്പസ്ഫുള്ളി ചെയ്യുന്ന കാര്യമായിരിക്കില്ല. ലൈക്ക് ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ഡേ ടു ഡേ ലൈഫ്. അതിപ്പം നമ്മുടെ വീട്ടിലാവാം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുമായിട്ടാവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടാവാം, ഓർ ഇറ്റ് വിൽ ബി അറ്റ് യുവർ വർക്ക് പ്ലേസ് ടു, നമ്മൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റിലാവാം. അപ്പൊ ഈ റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി
നമ്മൾ ചെയ്യുന്നത് പല ആൾക്കാരുമായിട്ട് ചെയ്യുന്നത് പല ഡിഫറെന്റ് വേസിലായിരിക്കാം. അപ്പൊ ഇത് ഞാൻ ഒരു കാര്യം ഓർക്കുകയാണെങ്കിൽ, ഞാനിവിടെ US വന്ന ടൈമില് ഒരു നമ്മൾ മീറ്റിങ്ങുകൾക്കും അതുപോലെയൊക്കെ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് എൻ്റെ മാനേജറിന്റെ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് പല ഈ എന്തുവാണ് ലഞ്ചും അതുപോലത്തെ ഇതിനെല്ലാം പോകുമ്പോഴത്തേക്ക് ഒരു കാര്യം ഞാൻ ഒബ്സർവ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ദേ സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഒരു വർക്ക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ടോട്ടലി ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഇതാണ്. പണ്ടായിരുന്നെങ്കിൽ ലൈക്ക് യു വിൽ ബി ദ വിൽ ബി എ സെറ്റ് ഓഫ് പീപ്പിൾ, ഒരു ലോക്കൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആവാം, അല്ലെങ്കിൽ ലൈക്ക് വിത്തിൻ ഇപ്പൊ ഞാൻ വരുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതർ യു വിൽ ബി ഫ്രം കേരള, അല്ലെങ്കിൽ നമ്മളിപ്പം ബാംഗ്ലൂർ പോയാൽ പീപ്പിൾ എവ്രിവൺ ഈസ് ഫ്രം ഇന്ത്യ. പക്ഷെ ഇപ്പോഴത്തെ ഒരു നമ്മുടെ എൻവയോൺമെന്റില് ലൈക്ക് യുവർ ടീം വിൽ ബി ഗ്ലോബലി ഡിസ്ട്രിബ്യൂട്ടഡ്, അല്ലെങ്കിൽ ജോഗ്രഫിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പം അവിടെ ഒരു കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ആകുന്നതാണ്. അപ്പം അന്ന് ഞാൻ ഒരു കാര്യം നോട്ട് ചെയ്തത്, എങ്ങനെയാണ് പുള്ളി ഈ ആൾക്കാരെ കോൺവെർസേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഓർ ലൈക്ക് ഹൗ ഹി സ്റ്റാർട്ട് എ കോൺവെർസേഷൻ ആൻഡ് ഹൗ ഹി എൻഗേജ് അതർ പീപ്പിൾ ഇൻ എ കോൺവെർസേഷൻ. അപ്പം അന്ന് എനിക്ക് അതിന്റെ വലിയ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒന്നും മനസ്സിലാകുന്നില്ല. പിന്നീടാണ് പല കാര്യങ്ങളും ഇതുപോലുള്ള സിറ്റുവേഷൻ വഴി പോകേണ്ട വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ലൈക്ക് റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി എന്ന് പറയുന്ന ഒരു ഫാക്ടറിന് ഈ സോഫ്റ്റ് സ്കിൽ എത്രത്തോളം ഒരു പങ്ക് വഹിക്കും എന്നുള്ളത്. ഇപ്പം ഞാൻ ഡിസ്നി ആദ്യമായിട്ട് കാണുകയാണ്. ലൈക്ക് ഇപ്പൊ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് ലൈക്ക് ഹൗ ഐ ക്യാൻ കൺവിൻസ് യു ലൈക്ക് ദിസ് പോയിന്റ് ഈസ് റൈറ്റ്. ഇപ്പം അതാണെങ്കിൽ ഓർ ലൈക്ക് വൈസ് വേഴ്സ ടു. ഇപ്പം ഡിസ്നി പറയുന്നതിനകത്തൊരു കാര്യമുണ്ട്, അത് ചെയ്യുന്നത് റാദർ ദാൻ വി ഹാവിങ് എ കോൺവെർസേഷൻ, ഇത് നമ്മുടെ ഇഫ് യു ഹാവ് സം ഹെഡ്സ് അപ്പ് അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു കമ്മ്യൂണിക്കേറ്റ് ടു മീ. ഇതുവരെ ഇപ്പൊ നമ്മളിപ്പോ ഒരു കോൺഫറൻസ് കോള് വരികയാണ്, ലൈക്ക് നമ്മളിപ്പം ഒരു 5 മിനിറ്റ് മുമ്പ് ചിലപ്പോൾ ആൾക്കാർ ജോയിൻ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് നമ്മൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് മുമ്പേ അവിടെ ആൾക്കാർ ചിലപ്പോൾ ആ മീറ്റിങ്ങിന് വന്നിട്ടുണ്ടാവാം. സോ അന്നേരം യു ക്യാൻ യൂസ് ദാറ്റ് ടൈം ആസ് എ റാപ്പ് ബിൽഡിംഗ് ടൈം. ഇപ്പം അവിടെ വരുന്ന ആൾക്കാര് ലൈക്ക് ആൻഡ് യു ഹാവ് ടു ഡു സം ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ആസ് വെൽ. അപ്പം വരുന്ന ഒരാള് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, അതുപോലെ തന്നെ ആയിരിക്കണമെന്നില്ല. ഇപ്പൊ ഫിലിന്ന് വരുന്നതാണെങ്കിൽ ലൈക്ക് ഫിലി ഈഗിൾസ് അവിടെ അങ്ങനെ ഒരു ടീമുണ്ട്. യു ക്യാൻ ആരാണ് നിങ്ങളുടെ ഓഡിയൻസ്, അല്ലെങ്കിൽ ആരുമായിട്ടാണ് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ തിങ്ക് അബൌട്ട് സംതിങ് വിച്ച് ഇസ് നോൺ കോൺട്രവേഴ്ഷ്യൽ. അപ്പൊ കാരണം ഇല്ലെങ്കിൽ അത് വേറൊരു ഡിബേറ്റ് ടോപ്പിക്കായി മാറിപ്പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു ടോപ്പിക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഡിസ്കസ്. സോ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ചെല്ലുമ്പോൾ നമ്മളിപ്പോ ഒരു മാനേജറോ ആരാണെങ്കിലും അതുപോലത്തെ ഒരാളാണ് പറയുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ യു വിൽ ഫീൽ കംഫർട്ടബിൾ ബിഫോർ ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ്. എനിക്ക് തോന്നുന്നു അതൊരു വലിയ ഫാക്ട് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളിലെ കോമൺ ഫാക്ടർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഇന്ന ആള് ഇന്ന കാര്യം ഇഷ്ടപ്പെടും എന്നുള്ളത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് അവരെ ഒരു കാര്യം കൺവിൻസ് ചെയ്യിക്കാൻ തന്നെ എളുപ്പമായിരിക്കും. റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. അപ്പൊ ഈ സ്മോൾ ടോക്സ് അതിനൊത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പം രതീഷ് പറഞ്ഞ പോലെ ആ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, ഈ കൾച്ചറിലുള്ള ആൾക്കാരാണ്, അപ്പം ഇവർക്ക് ഇത് ഇഷ്ടമായിരിക്കും. അപ്പൊ നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചു അല്ലെ. അപ്പം അതൊക്കെ ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്ത് വന്നു. പിന്നെയാണ് ഇപ്പൊ രതീഷ് പറഞ്ഞ റെസ്പെക്ട്ഫുൾ ഡിസഗ്രി വരുന്നത് അല്ലെ. അത് ഇതെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒബ്സർവ് ചെയ്ത് പഠിച്ച് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള എന്റെ പല ജേർണിയിലും ലൈക്ക് അങ്ങനെ ഒരു എന്തുവാണ് ഈ സോഫ്റ്റ് സ്കിൽ അത് നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യമൊന്നും, അങ്ങനത്തെ ഒരു ട്രെയിനിങ് ഒന്നും എനിക്ക് നാട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ അത് ഒരു വലിയ ഫാക്ടർ ആണെന്ന് തോന്നുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ ചോദ്യം അഡ്രസ് ചെയ്യാനായിട്ട് ലൈക്ക് ആ ഒരു സോഫ്റ്റ് സ്കിൽ ഇംപ്രൂവ്മെന്റ്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആൾക്കാർക്കുള്ള അത് റാപ്പോ ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ലിസണിങ് സ്കിൽസ് എന്നുള്ളത്. ഇപ്പം ആൾക്കാർ പറയുമ്പോഴത്തേക്ക് ലൈക്ക് ഇപ്പൊ ഞാനിപ്പം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുമ്പോഴത്തേക്ക്, അല്ലെ എൻ്റെ ഇത്
പറയുമ്പോഴത്തേക്ക് മറ്റേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇന്ററാക്ട് ചെയ്യുന്നയാൾ അത് ലിസൺ ചെയ്യുന്നു അല്ലെങ്കിൽ അത് അക്നോളജ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ I will feel like okay അത് it's a good person to have communication with. അപ്പം ലൈക്ക് ഇപ്പൊ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ട് അല്ലെങ്കിൽ ഇഫ് യു ആർ ഡിസഗ്രീയിങ് ഓൺ സംതിങ് അത് ഡിസ്നി ഇപ്പോൾ പറയുമ്പോഴത്തേക്ക് ഡിസ്നി ഒരു ഗുഡ് ലിസണർ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഓക്കെ ഞാൻ ഈ പറഞ്ഞതെല്ലാം കേട്ടിട്ടാണ് യു ആർ പ്രൊവൈഡിങ് യുവർ ഒപ്പീനിയൻ, സോ ദർ മസ്റ്റ് ബി സംതിങ്. അപ്പൊ ആ ഒരു എന്തുവാണ് അത് വലിയൊരു ഫാക്ടറുമാണ്. അതൊരു വലിയ ഫാക്ടറാണ്. അത് ഭയങ്കര സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. കാരണം ആക്റ്റീവ് ലിസണിങ് പ്ലേസ് എ ബിഗ് റോൾ. കാരണം ഇപ്പം എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളൊരു ചില കാര്യങ്ങളുണ്ട്. ചില ആൾക്കാർ എന്താ പറയുന്ന ഒരു വാക്ക് മറുപടി പറയാനായി കേൾക്കുന്നു. ചില ആൾക്കാര് നമ്മൾ പറയുന്നത് ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അവര് ഇതിനൊരു മറുപടി എനിക്കുണ്ട്, അതെനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. പക്ഷെ നീ പറഞ്ഞ കാര്യം കേട്ടാൽ മാത്രമേ അതിന്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള ഒരു മറുപടി എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ചിലപ്പോ നമുക്ക് ഒരിക്കലും അറിയത്തില്ല വേറൊരാൾക്കാർക്ക് നമുക്കൊരു പുതിയ ഇൻഫർമേഷൻ തരാൻ പറ്റും ആക്റ്റീവ് ലിസണർ ആയാല്. നമ്മൾക്ക് അല്ലെ നമ്മുടെ അതൊരു പാർട്ട് ഓഫ് നമ്മുടെ ഈഗോ ആണ്, നമുക്കത് എല്ലാം അറിയാമെന്നുള്ളത്. അപ്പൊ നമുക്കത് ഈ ലിസണിങ് എന്നുള്ളത് ഇപ്പൊ എനിക്ക് തന്നെ ഞാൻ പറയാം, ഞാൻ പല ആൾക്കാരുടെ അടുത്ത് ഒരേ കാര്യം പറയാന്ന് ചോദിച്ചു, എനിക്ക് 100% ഉറപ്പുള്ളൊരു കാര്യം ഞാൻ പല ആൾക്കാരോട് പറയുകയാണ്. ഇതിനകത്ത് ഒരാള് ഇത് ഞാൻ പറയുന്ന മൊത്തം കേട്ടതിന് ശേഷം ഉത്തരം പറയുവാണെങ്കിൽ നീ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അയാളോട് അയാള് പറഞ്ഞത് എന്നാന്ന് കേൾക്കാൻ തന്നെ ഞാൻ ശ്രദ്ധിക്കും. അയാൾ ഞാൻ പറഞ്ഞ മൊത്തം കേട്ടായിരുന്നല്ലോ, അയാൾ ഒരു ആക്റ്റീവ് ലിസണർ ആണെന്നുള്ളത് തന്നെ ഈ റെസ്പെക്ട്ഫുൾ ഡിസഗ്രിക്കകത്ത് ഒരു വലിയ പാർട്ട് വഹിക്കുന്നതാണ് ഈ ആക്റ്റീവ് ലിസണിങ്. അപ്പൊ അത് ഞാൻ ആക്ച്വലി എന്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി ജോലിയുടെ ഭാഗമായിട്ട് എനിക്കൊരു കാര്യം പോയിട്ട് പ്രസന്റ് ചെയ്യേണ്ട ആവശ്യം വന്നു. അപ്പൊ ഞാൻ ആക്ച്വലി ഞാൻ ഗൂഗിൾ ചെയ്തു ഹൗ ടു റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലെന്ന്. അപ്പൊ ഞാൻ അന്ന് കുറച്ച് നാൾ മുമ്പ് ഞാൻ പഠിച്ചൊരു 8 വർഷം മുമ്പ് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര വലിയൊരു കാര്യമായിരുന്നു. ഞാൻ വിചാരിച്ചു ദൈവമേ ഇതൊക്കെ എനിക്ക് പണ്ടേ അറിയാമായിരുന്നു എങ്കിൽ എനിക്ക് ഒരുപാട് എല്ലാ തരത്തിലും എനിക്ക് ബെനിഫിറ്റ് ആയേനെന്ന്. കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെ ഞാൻ നിന്നോട് പറയാണ് ഭൂമി ഉരുണ്ടതാണ്. ഓക്കെ, ഇപ്പൊ നീ പറയാണ് അല്ല നീ ഒരു ഫ്ലാറ്റ് എർത്ത് ബിലീവർ ആണ്. ഓക്കെ, അപ്പം ഞാൻ പണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ യു ആർ സ്റ്റുപ്പിഡ് അല്ലെ, എന്നിട്ട് ഞാൻ ഇത്രയും മന്ദബുദ്ധികളോട് ഞാൻ ഇനി സംസാരിക്കുന്നില്ല, ഇല്ലേ പോയി പണി നോക്കണം എന്ന് പറയും. കാരണം ആ ഒരു സ്വഭാവമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പം ആണെങ്കിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഐ 100% ബിലീവ് എർത്ത് ഈസ് പിന്നെ എർത്ത് ഫ്ലാറ്റ് അല്ലെന്ന് ഞാൻ 100% ഞാൻ ബിലീവ് ചെയ്യുന്നു. എന്റെ ബിലീവ്സ് ഞാൻ പറയുക. പിന്നെ ഓഫ് കോഴ്സ് നീ നേരത്തെ പറഞ്ഞ നമ്മൾ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്താല് അയാള് പറഞ്ഞതിനകത്തുള്ള എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താൽ ഐ നോ വേർ യു കമ്മിങ് ഫ്രം ബട്ട് ഐ ട്രൂലി ബിലീവ് എന്ന് പറഞ്ഞപ്പം അയാൾക്ക് മനസ്സിലാകും അയാള് പറഞ്ഞ ആ കാര്യത്തിനെ ഞാൻ റെസ്പെക്ട് ചെയ്തു. അതിനു പകരം പണ്ടായിരുന്നെങ്കിൽ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് യു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ മറ്റേ ആള് തെറ്റാണ് എന്ന് വരുത്താനായിരുന്നു എന്റെ ശ്രമം. ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഞാൻ എങ്ങനെ ശരിയാണ് എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാണ് മറ്റേ ആള് തെറ്റാണെന്ന് നിർബന്ധം അല്ലെ? അപ്പം ഞാൻ ശരിയാണെന്ന് ഞാൻ പറയുമ്പോൾ ഇൻഡയറക്ട്ലി മറ്റാൾ റോങ് ആവുന്നുണ്ട്. പക്ഷെ ഞാൻ അതിന് എപ്പോഴും ഈ മറ്റാളെ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നീ പറഞ്ഞ ആക്റ്റീവ് ലിസണിങ് സ്കിൽ അതിന് വേണം. അപ്പൊ ഞാൻ അത് സ്ട്രഗിൾ ചെയ്തിട്ടൊരു കാര്യമാണ്. എനിക്കറിയത്തില്ല, ഞാൻ വളർന്നു വന്ന എൻവയോൺമെന്റിൽ ഞാൻ ഒരുപാട് സിബ്ലിങ്സ് ഉണ്ടായിരുന്നത് കൊണ്ട് ഇപ്പൊ നമ്മളിപ്പം എല്ലാവരും ലിസൺ ചെയ്യുന്ന കേൾക്കാൻ പോയാൽ നിനക്ക് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടത്തില്ല. ഇപ്പൊ എന്താ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതൊരു ഫാക്ട് ആയിരിക്കും. ഒരുപാട് കുട്ടികൾ ഇപ്പൊ ഞാൻ 7 സിബ്ലിങ്സിന്റെ കൂടെ വളർന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച് പേരുടെ കൂടെയൊക്കെ ഞാൻ ഒരുമിച്ച് കണ്ടിന്യൂസ് ആയിട്ട് വളർന്നതാണ്. അപ്പം നമ്മളിപ്പം ഇന്നയാള് പറഞ്ഞ് മൊത്തം ലിസൺ ചെയ്തിട്ട് അടുത്ത ആള് പറഞ്ഞ് ലിസൺ ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ എന്റെ ഓർഡർ അനുസരിച്ച് എനിക്ക് ഏറ്റവും അവസാനം പറയാൻ പറ്റത്തുള്ളൂ, ഞാൻ ഏറ്റവും ഇളയതാണ്. അപ്പോൾ എനിക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ എപ്പോഴും ഒരാൾ പറയുന്നത് നിർത്തുന്നതിന് മുമ്പ് ഞാൻ ഉത്തരം പറയുക, അല്ലെങ്കിൽ ഞാൻ ഒരു ആക്റ്റീവ് ലിസണറേ അല്ലായിരുന്നു. അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ പേഴ്സണൽ ലൈഫ് പ്രൊഫഷണൽ ലൈഫില് നീ 2 രീതിയിൽ ആണോ റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി ചെയ്യുന്നത്? നിനക്ക് അതിന് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നീ എങ്ങനെ അതിനെ ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ ഞാൻ പറയാം നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് അല്ലെങ്കിൽ നിന്റെ ഫാമിലിയുടെ അടുത്ത് നീ എങ്ങനെ റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി ചെയ്യുന്നു വേഴ്സസ് നിന്റെ ബോസിന്റെ അടുത്ത് നീ എങ്ങനെ? കാരണം നമുക്ക് അങ്ങനെ ഒരു ഫിയർ ഉണ്ടല്ലോ,
ഇവർക്ക് വേണമെങ്കിൽ എന്നെ ഫയർ വരെ ചെയ്യാം, അങ്ങനത്തെ ഒരു ഫിയർ നമുക്ക് ഉള്ളിന്റെ ഉള്ളിലുണ്ടല്ലോ, ഇവന്തോ അതങ്ങനെ ഹാപ്പൻ ചെയ്യാൻ ചാൻസ് ഇല്ലെങ്കിലും. അപ്പം അത് നിനക്ക് എപ്പോഴും നീ ഡിഫറെന്റ് ആയിട്ടാണോ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഡിഫറെന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മൾ ഇതെല്ലാം പറഞ്ഞ പോലെ ഈ റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി എന്നുള്ളത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ഡെയിലി ലൈഫ്. നമ്മള് അത് പല ആൾക്കാരുമായിട്ടായിരിക്കുന്നത്, മക്കളുമായിട്ടാവാം, അല്ലെങ്കിൽ നമ്മള് ഫാമിലി ഫ്രണ്ട്സ്. അപ്പം ഈ ഫ്രണ്ട്സിന്റെ അടുക്കലുള്ള റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി എന്ന് പറയുന്നത് വിൽ ബി ടോട്ടലി ഡിഫറെന്റ് ഫ്രം എവറിത്തിങ് എൽസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഇന്നാളി ഇതുപോലൊരു ടോപ്പിക്കിനെ കുറിച്ച് ഇങ്ങനെ ഡിസ്കഷൻസ് നമ്മൾ എവിടെയെങ്കിലും പാർട്ടിക്കും ഒക്കെ കൂടി കഴിഞ്ഞാൽ വി ഓൾവേസ് ഹാവ് സം കോൺവെർസേഷൻ. അത് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ, ലൈക്ക് ഓൾവേസ് ഹാവ് സം കൈൻഡ് ഓഫ് ഡിബേറ്റ്സ് ആണിത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു പോയിന്റ് പറയുന്നത് തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്ത് ഇത് എടുത്ത് ഞാൻ ഗൂഗിളിനകത്ത് കാണിച്ചു, യു ലുക്ക് അറ്റ് ദിസ് ഇസ് വാട്ട് ഇറ്റ് സേസ്, ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് കിട്ടിയ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കണ്ണാടി എടുത്തിട്ടില്ല, എനിക്ക് വായിക്കാൻ പറ്റത്തില്ല. അപ്പോ സോ ദെൻ യു നോ, ലൈക്ക് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം, സോ you won the case. പിന്നെ നമ്മള് അത് പിന്നീട് പ്രൊസീഡ് ചെയ്യേണ്ട കാര്യമില്ല. ലൈക്ക് his way of saying, okay, I agree to what you are saying, പക്ഷേ I'm not going to, but ഞാൻ അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതായത് നമ്മളിപ്പോ മാനേജറിനോട് ഹാൻഡിൽ ചെയ്യുന്നതും ഫ്രണ്ട്സിനെ ഹാൻഡിൽ ചെയ്യുന്നതും വിൽ ബി ടോട്ടലി ഡിഫറെന്റ്. നേരത്തെ പറഞ്ഞ പോലെ അതൊരു സോഫ്റ്റ് സ്കില്ലാണ്. നമ്മളത് മനസ്സിലാക്കുകയും അത് ലെറ്റ് ഗോ ചെയ്യുകയും ചെയ്യുക. അപ്പം രതീഷിന് മനസ്സിലായി ഇന്നയാൾ ആക്ച്വലി ഇൻഡയറക്ട്ലി തോൽവി സമ്മതിച്ചു, അതുകൊണ്ടാണ് കണ്ണാടി ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞതെന്ന്. അപ്പം എനിക്കില്ലാത്തൊരു കാര്യമായിരുന്നു അത്. ഇപ്പൊ രതീഷ് പറഞ്ഞത് നല്ല ക്വാളിറ്റിയാണ്. അപ്പൊ എനിക്ക് പണ്ടില്ലാതിരുന്ന ചോരത്തിളപ്പിന്റെ സമയത്ത് എനിക്ക് ഇല്ലാതിരുന്ന ഒരു കാര്യമായിരുന്നു അതെന്ന് പറഞ്ഞാൽ, ഞാൻ എന്തെന്ന് വെച്ചാൽ, നീ ഈ കണ്ണാടി കൊണ്ട് നോക്കി വായിച്ച് ഞാൻ പറഞ്ഞത് ശരിയാന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടോ എനിക്കൊരു വാശിയായിരുന്നു. ആൾക്കാര് ഞാൻ പറയുന്നത് സത്യമാണെന്ന് പറയണം എന്നുള്ള വാശി. പക്ഷെ എന്നും കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും പോയിട്ട് കമന്റ് ചെയ്യുന്ന ആളല്ല. അപ്പം ഞാൻ ആകെപ്പാടെ ചെയ്യുന്നൊരു കാര്യം, നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സിയൽ ടോപ്പിക് വരിക, അപ്പൊ നമ്മൾ അതിന്റെ കമന്റ് സ്ക്രോൾ ചെയ്താല് നമുക്ക് വേണ്ട കമന്റ് വേറെ ആരോ എഴുതിയിട്ടുണ്ടാവും നമുക്ക് വേണ്ടിയിട്ട്, അതുപോലെ ലൈക്ക് ചെയ്താൽ മതി, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഈ കമന്റ് ഞാൻ ഇടാറില്ല, പക്ഷെ ഞാൻ ഇത് മാത്രം ചെയ്യും. നമുക്ക് ആ ഒരു നേരാണല്ലോ, ഇത് തന്നെയാണ് എന്റെ പോയിന്റ് ഓഫ് വ്യൂ. പക്ഷെ കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്ത് എന്റെ പേര് ഞാൻ എവിടെയും സോഷ്യൽ മീഡിയയിൽ ഞാൻ സാധാരണ കമന്റ് ചെയ്യാറില്ല. അത്രയ്ക്കും എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആയിട്ട് ഞാൻ ഒരാളെ അങ്ങനത്തെ ഒരു കാര്യത്തിൽ ബ്ലോക്ക് ചെയ്യുന്നത് ഒരു 2 വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു. വളരെ ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കില് ഞാൻ സർക്കാസ്റ്റിക്കലി അതിന് ഉത്തരം പറഞ്ഞിട്ട് അയാളെ പോയി ബ്ലോക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ബ്ലോക്ക് ചെയ്തിട്ടില്ല. ഞാൻ ചില ആൾക്കാർ പറയുമ്പോഴത്തേക്ക് ലൈക്ക് യു ഇഗ്നോർ ദാറ്റ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഞാൻ ബ്ലോക്ക് ആരെയും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ എടുക്കേണ്ടത് എടുക്കും, എടുക്കേണ്ടാത്ത എടുക്കും. അങ്ങനെ യൂഷ്വലി അങ്ങനത്തെ ഒരുപാട് ഇൻസ്റ്റൻസ് ഉണ്ടായിട്ടില്ല. ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അതിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ ആണെന്ന് തോന്നുന്നു. ലൈക്ക് അതാ പറഞ്ഞു, എനിക്ക് എന്നെ തന്നെ ഒരു സെൽഫ് അവയർനെസ് ഉണ്ട് ഞാൻ എങ്ങനത്തെ പേഴ്സൺ ആണെന്ന്. അപ്പൊ എനിക്കിപ്പം ഒരു ഉദാഹരണത്തിന് ഇപ്പം നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പിസ്സയുടെ ടോപ്പിങ് പൈനാപ്പിൾ വേണോ, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ ആരോടും പിണങ്ങാറില്ല. പക്ഷെ നമ്മളൊരു മോറലി അല്ലെങ്കിൽ എത്തിക്കലി ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യത്തിന് കൺസിഡർ ചെയ്യാതിരിക്കുകയും അതിന് എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാര് എന്നെ അത് ഇമോഷണലി ഭയങ്കരമായിട്ട്, നമ്മൾ ഒരിക്കലും ഇതിൽ ഇമോഷൻ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെ. പക്ഷെ ഞാൻ ഇമോഷൻ കൊണ്ടുവരികയും ഞാൻ അങ്ങനെ പേഴ്സണലി എനിക്ക് അയാളോട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും കാണത്തില്ല. പക്ഷെ ഞങ്ങളുടെ ആ വ്യൂ പോയിന്റ് ഡിഫറെന്റ് ആണെന്നുള്ള പേരിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് 1 വർഷം മുമ്പാണ് ഞാൻ ഇങ്ങനെ കമന്റ് ഇട്ടിട്ട് ഞാൻ അവരെ പോയിട്ട് ബ്ലോക്ക് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് മറ്റേ വനിതാ മാഗസീന് ദിലീപിനെ കവർ പിക്ചർ ആക്കി ഒരു പ്രാവശ്യം. അപ്പൊ ഞാൻ അതിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് അതിനകത്ത് ഡിസഗ്രിമെന്റ് ഉണ്ടായിരുന്നു. എനിക്ക് വനിതാ മാഗസിൻ പോലത്തെ ഒരു മാഗസിൻ അവർക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു അതിന്റെ റിസൾട്ട് വരുന്നിടം വരെ. ഇപ്പം ചില ആൾക്കാർക്ക് ഒരു വാദമുണ്ട് അയാൾ തെറ്റുകാരനല്ല, പക്ഷെ എന്റെ വാദം ഇതായിരുന്നു, അവര് വെയിറ്റ് ചെയ്തില്ല. വെയിറ്റ് ചെയ്യാതെ തന്നെ അവര് ഇപ്പൊ നമ്മള് ഫോട്ടോ ഇടുന്നതിനർത്ഥം അവര് സ്വയമായി അങ്ങ് ഡിസൈഡ് ചെയ്തു ഇയാൾ ഇന്നസെന്റ് ആണെന്നല്ലേ. അപ്പൊ വനിത പോലത്തെ ഒരു മാഗസിൻ അങ്ങനെ ചെയ്തതിൽ ഞാൻ വലിയൊരു essay ആയിട്ട് ഈ മെസ്സേജ് അവർക്ക് ടൈപ്പ് ചെയ്യുകയും അതിനുശേഷം ഞാൻ അവരെ പോയി റിപ്പോർട്ട് ചെയ്തു.
ഞാൻ ബ്ലോക്ക് ചെയ്തു. അതുകൊണ്ട് അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതെനിക്ക് അറിയുകയും ചെയ്യാം. അതിനകത്ത് ഞാൻ നന്നായിട്ട് അവെയർ ആണ്. പക്ഷെ അതെനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തന്നു. അപ്പം അങ്ങനെ ചെയ്യുന്ന ആളാണ് ഞാൻ. ഇപ്പം അതെനിക്കൊരു ഇമ്പൾസീവ്നെസ് ആയിരിക്കാം. അപ്പം നീ നേരത്തെ പറഞ്ഞ ആ ഒരു അവയർനെസ് എനിക്കില്ല. എനിക്ക് തോന്നുന്നു മേ ബി അത് ഈഗോ ആവാം. പക്ഷെ ഞാൻ അതുകൊണ്ട് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തൊരു സ്കില്ലാണ് ഈ 3 സെക്കൻഡ് റൂള്. അപ്പൊ ഈ പണ്ടൊക്കെ നമ്മൾ ഈ കുട്ടികളുടെ അടുത്ത് 5 സെക്കൻഡ് റൂള് പറയുന്ന പോലെ തന്നെ ഇപ്പൊ നിലത്തുനിന്നൊരു സാധനം നമ്മുടെ ഇവിടെ ഭയങ്കര ഫേമസ് ആണല്ലോ. 5 സെക്കൻഡിനുള്ളിൽ നിലത്ത് വീണൊരു സാധനം 5 സെക്കൻഡിനുള്ളിൽ എടുത്തു കഴിച്ചാൽ ബാക്ടീരിയ ഒന്നും അതിൽ പിടിക്കൂല. ബാക്ടീരിയ ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും 5 സെക്കൻഡ് റിയാക്ഷൻ ടൈം. അപ്പൊ അതാണ് എന്റെ 3 സെക്കൻഡ് റൂള് ഞാൻ ഫോളോ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ടൊരു കാര്യത്തില് ഡിസഗ്രിമെന്റ് ആണ്. അത് ഞാൻ എസ്പെഷ്യലി ഫോളോ ചെയ്യുന്നപ്പോഴാന്ന് അറിയോ, എന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണെന്ന് വിചാരിച്ചു. എനിക്ക് അവരെ ഒരിക്കലും കളയാൻ താല്പര്യമില്ല. ഒരു പോയിന്റ് ഓഫ് വ്യൂവിന്റെ പേരിലോ ഒന്നും എനിക്ക് കളയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് വേറൊരു ഹാബിറ്റ് ഉണ്ട്. അത് ഞാൻ വിചാരിച്ചു നല്ലതാണ്. ഇപ്പൊ അത് മോശമാണ്. കാര്യം എനിക്ക് ഭയങ്കര ഫാസ്റ്റായി ടൈപ്പ് ചെയ്യാം. അപ്പം ഭയങ്കര ഫാസ്റ്റായി ടൈപ്പ് ചെയ്യാവുന്ന എന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിങ്ക് ചെയ്യത്തില്ല. നമ്മളിങ്ങനെ എന്റെ പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യു ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം എന്റെ പോയിന്റ് പ്രൂവ് ചെയ്യാൻ അപ്പൊ മറ്റേ ആൾ എന്താ പറയുന്നതെന്നോ അവരുടെ അതിനകത്ത് എന്തെങ്കിലും പോയിന്റ് കാണും, അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. അപ്പം ഈ മെസ്സേജ് അയക്കുന്നതിലും ആക്റ്റീവായിട്ട് മറ്റേ ആൾ പറയുന്നത് കേൾക്കുന്നില്ല. അവർ പറയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ മറുപടി അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അതിനകത്ത് ആകെപ്പാടെ ഇങ്ങനെ മറുപടി അയച്ച് എനിക്ക് ഏകദേശം ജയിക്കാൻ പറ്റാത്ത ഒരാളുള്ളതെന്ന് വെച്ചാൽ ഈ പുള്ളി ഗ്രാമർ നോക്കും. എനിക്കിത് കലിപ്പ എന്ന് പറഞ്ഞാല് ഞാൻ പണ്ട് തന്നെ ഈ ഗ്രാമറൊക്കെ മറ്റേ ഹാർഡ് ബീൻ ഹാസ് ബീൻ എന്നൊക്കെ ഉപയോഗിക്കുന്നത് പഠിക്കുന്നതേ ദേഷ്യമായിട്ടിരുന്നപ്പോഴാണ് നമ്മള് അമേരിക്കയിൽ ഗ്രാമർ ഇല്ലേ ആ ഒരു ഇതിലാണ് നമ്മൾ ഇവിടെ അമേരിക്ക വന്നത്. അമേരിക്കയിൽ വന്നിട്ട് എനിക്ക് ഇവനോടല്ലാതെ വേറെ ആരോടും ഗ്രാമർ ഉപയോഗിക്കേണ്ട വന്നിട്ടില്ല. കാരണം ഞാൻ ഡേ ടു ഡേ ലൈഫിൽ ഒരു 15 പേരോട് 15 to 20 ആൾക്കാരോട് മിനിമം ഒരു ദിവസം എനിക്ക് കോൺവെർസേഷൻ ചെയ്യണം ഇംഗ്ലീഷില്. പക്ഷെ ആ ലാംഗ്വേജിലൊന്നും എനിക്ക് ഇതിന്റെ ഗ്രാമറിന്റെ പ്രശ്നം എനിക്ക് വരുന്നില്ല. പക്ഷെ ഇവനോട് സംസാരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ ഡിസഗ്രിമെന്റ് ആണെന്ന് വിചാരിച്ചു. ഞാൻ ഫാസ്റ്റായി ടൈപ്പ് ചെയ്യുന്നു, അവൻ അതിനകത്തുള്ള എന്റെ ഗ്രാമർ മിസ്റ്റേക്ക് കാണിക്കുന്നു. ആ ഫ്ലോ പോയില്ലേ, നമ്മൾ അങ്ങ് കത്തി വരും. അപ്പൊ ഇവനോട് ഞാനുണ്ടല്ലോ മെസ്സേജ് അയച്ച് തർക്കിക്കാനേ പറ്റത്തില്ല ഇവനോട്. കാരണം ഇവന് ഭയങ്കര ഗ്രാമറാണ്. അപ്പൊ ഇവന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു. ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് അവന്റെ അടുത്ത് മെസ്സേജ് അയച്ചപ്പോ ഞാൻ എന്നാ പറഞ്ഞെന്നറിയോ, ഞാനിങ്ങനെ കലിപ്പിന് മെസ്സേജ് അയച്ചു വന്നപ്പോഴേ ഞാൻ ആലോചിച്ചത് സ്റ്റോളൻ സ്റ്റീൽ ലൈക്ക് ഇതിനകത്ത് ഏതാ ഉപയോഗിക്കണ്ടെന്ന് അറിയത്തില്ല. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള വാക്ക് ഉപയോഗിച്ചില്ല എന്നറിയോ, ഇവൻ ത്രോ. അപ്പത്തേക്കും നമ്മുടെ എല്ലാം പോയില്ലേ. അപ്പൊ ഞാൻ അവനെങ്ങനെ മെസ്സേജ് അയക്കുന്നറിയോ, ഞാൻ അതിനും ടെക്നിക്ക് കണ്ടുപിടിച്ചു. ത്രോ, ത്രോൺ, ത്രൂ ഏതാന്ന് വെച്ചാൽ എടുത്തു, എങ്കിലും ഞാൻ പറയും. അപ്പൊ കുറെ നാളത്തേക്ക് ഞാൻ അങ്ങനെ മെസ്സേജ് ടൈപ്പ് ചെയ്തേ. ഇപ്പൊ ഞാനിപ്പം അങ്ങനത്തെ എന്ത് കാര്യമാണല്ലോ ഞാൻ അതുകൂടെ ഇപ്പം അത് ഭയങ്കര പ്രശ്നമുള്ള മറ്റേ ഞാൻ കുറെ നാളുടെ THEIR മറ്റേ അത് തെറ്റിച്ചിട്ടുണ്ടല്ലോ അപ്പ മെസ്സേജ് അയക്കും ലൈക്ക് അതിനകത്ത് മിസ്റ്റേക്ക്. ഇപ്പൊ ഞാൻ അത് ഫുൾ അങ്ങ് അയക്കും. നിനക്ക് ഏതാണ് ഇതിനകത്തെ വേണ്ടത്. അപ്പൊ അവനോടല്ലാതെ ബാക്കി എല്ലാവരോടും എനിക്ക് പൊതുവെ ഇമ്പൾസീവായി ടൈപ്പ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ജോലിയിൽ ഞാൻ ഭയങ്കര എക്സ്ട്രീംലി പ്രൊഫഷണൽ ആണ്. ജോലിയിൽ ഞാൻ മറ്റേ 3 സെക്കൻഡിനേക്കാളും വലിയ റൂളൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്. പക്ഷെ ഞാനത് 3 സെക്കൻഡ് റൂൾ ഞാൻ ഇവിടെ ഫോളോ ചെയ്തിട്ട് എനിക്ക് ഏകദേശം വലിച്ചൊരു കാര്യമാണ്. ഞാനത് എന്താണോ മെസ്സേജ് അയക്കുന്നത് അതിനു മുമ്പേ അതൊന്ന് ഞാൻ തന്നെ വായിച്ചു നോക്കുക. അത് കാരണം ഞാൻ ഈ ഇടയ്ക്കൊരു മെസ്സേജ് ഞാൻ ഫുള്ളി ടൈപ്പ് ചെയ്ത് വെച്ചു. അപ്പം എനിക്ക് പ്രീവിയസ്ലി ഞാൻ അയക്കുന്ന മെസ്സേജ് മീനാണെന്ന് എനിക്ക് പയ്യെ തോന്നി തുടങ്ങിയ അതുകൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് കാണിച്ചു ഈ മെസ്സേജ് എങ്ങനെ ഉണ്ടെന്ന്. അപ്പം നിതിൻ അത് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, നീ ഈ മെസ്സേജ് അയച്ചാൽ അവര് പിന്നെ നിന്നോട് മിണ്ടത്തില്ല, നിനക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ ചോദിച്ചു, പക്ഷെ എനിക്കത് വായിച്ചു നോക്കിയിട്ട് അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ ഞാനിപ്പം ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും. അപ്പം വേറൊരാള് കാണുമ്പം അവർക്കത് മീനായി തോന്നുന്നുണ്ട്, പക്ഷെ എനിക്കത് മീനായി തോന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ടോ ഞാൻ ഫുൾ ഫാക്ടുകൾ പറഞ്ഞു. പക്ഷെ അതിനകത്ത് നീ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ഒരാളോട് നേരിട്ട് സംസാരിക്കുമ്പോഴുള്ള ആ ഒരു ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ല, ഒരു നല്ലതായി സംസാരിച്ചത് സ്റ്റാർട്ട് ചെയ്തില്ല, ഒരു ബിൽഡപ്പ് ഒന്നും ഇല്ലല്ലോ, നേരെ കാര്യം പറയുവാണ്. അപ്പൊ അത് വായിക്കുന്ന ആൾക്കത് റൂഡായിട്ടാണ് തോന്നുന്നത്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫുൾ ഫാക്ട് ആണ് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഫിൽട്ടറിങ് ഒക്കെ ഞാനിപ്പോ ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ഞാൻ ഈ ന്യൂ ഇയറിൽ ഞാൻ കുറച്ചും കൂടെ വരുത്തുന്ന ഒരു മാറ്റമാണ്. പിന്നെ എന്റെ ഒരു പ്രശ്നമായിരുന്നു സർക്കാസം. ഇങ്ങനെ സർക്കാസം ഞാൻ ഇച്ചിരി കൂടുതലാണ്.
ഇപ്പം പുച്ഛം കൂടുതലായതുകൊണ്ട് ഇപ്പം ഡയറക്ട്ലി പറയത്തില്ല യു ആർ സ്റ്റുപ്പിഡ് എന്ന്. ആ നിനക്കൊക്കെ എങ്ങനെ മനസ്സിലാകാന്, മറ്റേ അറിയാതെ ഒരു കമന്റ് ഇങ്ങനെ ഇൻഡയറക്ട്ലി സർക്കാസം ഒഴിവാക്കാൻ ഭയങ്കര പാടുള്ള ഒരാളായിരുന്നു ഞാൻ. അതൊക്കെ ഞാനിങ്ങനെ പയ്യെ മാറ്റി വരുവാണ്. കാരണം എനിക്ക് തോന്നുന്നു എന്റെ മോള് തന്നെ ഈ ഇടയ്ക്ക് പറഞ്ഞു 2025 അമ്മ പുച്ഛം കുറച്ച് ഒഴിവാക്കണം എന്ന്. കാര്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം അത് സത്യത്തിൽ നമ്മുടെ ആ ഹാബിറ്റാണ്. നമ്മൾ അറിയാതെ ഞാൻ ആ ഹാബിറ്റ് ഉണ്ടാക്കിയിട്ട് എനിക്കത് മാറ്റാൻ ഭയങ്കര പാടാണ്. അത് നമ്മളതിങ്ങനെ പുച്ഛിച്ച് ഇപ്പൊ നമുക്ക് ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ആദ്യം മനസ്സിൽ വരുന്ന കാര്യം ആ പുച്ഛമായിരിക്കും. അത് ഇച്ചിരി പാടാണ് മാറ്റാൻ. അങ്ങനെ എന്തെങ്കിലും രതീഷ് എന്തെങ്കിലും ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യാറുണ്ടോ? ടിപ്സ് ഫോളോ ചെയ്യുന്നത് ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഒരു 1-2 പോയിന്റില് ഈ മെസ്സേജ് അയച്ചതിന്റെയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതും ഒരുപാട് ടു ആൻ എക്സ്റ്റെന്റ് സോഷ്യൽ മീഡിയയ്ക്ക് നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ഇപ്പൊ നമ്മള് എന്തേലും ഒരു ടോപ്പിക് ഡിസ്കഷൻ വരുമ്പോഴത്തേക്ക് ഡിസ്നി പറഞ്ഞ പോലെ, അതായത് നിന്റെ ഇമോഷൻ എന്താണെന്ന് അപ്പുറത്ത് ആ മെസ്സേജ് വായിക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നില്ല, അയാൾ പറയുന്ന ഇമോഷൻ എന്താണെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, നമ്മുടെ ഒരു മലയാളി അസോസിയേഷൻ ഒക്കെ ഉണ്ടല്ലോ, അത് ലീഡ് ചെയ്തിരുന്ന ടൈമിലും ഒക്കെ ഞാൻ നമ്മുടെ ടീമിലുള്ളവരോട് പറയുമായിരുന്നു, ലൈക്ക് ഇപ്പം സംഗമം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അതായത് മൾട്ടിപ്പിൾ ഓർഗനൈസേഷനുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം അവിടെ കോൺഫ്ലിക്റ്റ് വരാം, ലൈക്ക് ഒരുപാട് കാര്യങ്ങൾ വരാം. അപ്പം അവരോട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഇഫ് യു തിങ്ക് ദാറ്റ് നീഡ്സ് is going to be a debating topic, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ഇതാണെന്നുണ്ടെങ്കിൽ യു കോൾ ഫോർ എ മീറ്റിംഗ്. വാട്സാപ്പ് വഴി ഡോണ്ട് സ്റ്റാർട്ട് ആർഗ്യൂയിങ്. ദ പ്രോബ്ലം ഈസ്, എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കുകയല്ല അടുത്തുള്ള ആള് റെസിപ്റ്റ്. കാരണം ദേ ആർ ജസ്റ്റ് സീയിങ്, ഡിസ്നി നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പൊ നേരത്തെ ആ മെസ്സേജ് എടുത്തിട്ട് പ്രൂഫ് റീഡ് ചെയ്യാനായിട്ട് ഇതിനെ കാണിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നതിൽ നീ തെറ്റൊന്നും കണ്ടില്ല, ലൈക്ക്. പക്ഷെ ഒരു തേർഡ് പാർട്ടി വ്യൂ നോക്കിയപ്പോഴത്തേക്ക് അവൻ അതിനകത്ത് പ്രശ്നങ്ങൾ കണ്ടു. അപ്പം പക്ഷെ അത് നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടുപേർക്കും ഒരു പ്രശ്നമായി തോന്നിയൊന്നും ഉണ്ടാവില്ല. അപ്പം അതുപോലെയുള്ള ടോപ്പിക്കുകൾ പറ്റുന്നിടത്തോളം ഇഫ് ഇറ്റ് ഈസ് ഫേസ് ടു ഫേസ് കുറെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഒഴിവാകും. അപ്പൊ അത് വലിയൊരു ഫാക്ടറാണ്. സോ ഇഫ് യു തിങ്ക് ദാറ്റ് ഈസ് ഒരു ഡിബേറ്റ് ടോപ്പിക് ആണ്, ഓർ ഇഫ് ഇറ്റ്സ് എ കോംപ്ലക്സ് ടോപ്പിക്, ഇറ്റ്സ് നമ്മൾ കമന്റ് ഇടുന്നതും അല്ലെങ്കിൽ ഡിബേറ്റ് ഇടുന്നതും വേർഡ്സ് വഴിയുള്ള ഇത് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ അൺനെസസറി ആർഗ്യുമെന്റുകൾ മാറാം. നേരിട്ട് സംസാരിച്ച് ചിലപ്പോൾ സെയിം പോയിന്റ് നമ്മളിപ്പോ അവിടെ ഞാൻ ഈ ഫേസ്ബുക്കിലും ഒക്കെ കണ്ടിട്ടുണ്ട്, ആൾക്കാർ എന്തെങ്കിലും ഒരു ടോപ്പിക് ഇടും, അതിനിടയിൽ താഴെ പിന്നെ അങ്ങോട്ട് കമന്റുകളാണ് എസ്സേ പോലെ എഴുതി. ഇത് വായിക്കാനുള്ള ടൈമും നമുക്കില്ല, ആർക്കും ഒന്നുമില്ല. പക്ഷെ ഈ വ്യക്തികൾ തന്നെ നേരിട്ട് ആ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാണ്, മേ ബി ഇറ്റ് വിൽ ബി ഓവർ ഇൻ ലൈക്ക് എ മിനിറ്റ് ഓർ 2. അതുകൊണ്ട് തീരാവുന്ന കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പം അതിനും ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ എല്ലാത്തിലും മോശമാണെന്നല്ല പറയുന്നത്, അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഒരു ചില കാര്യങ്ങളിൽ വളരെ നെഗറ്റീവായിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ വേറെ ഒരു കാര്യം ഈ പറഞ്ഞ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് 3 second റൂൾ. നമ്മുടെ നാട്ടിൽ പറയുമല്ലോ, നമ്മള് ചാടുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ചിന്തിക്കണം. ലൈക്ക് അതായത് വൺസ് ഇറ്റ് ഈസ് ഗോൺ, ലൈക്ക് ലാലേട്ടൻ സിനിമയ്ക്കകത്ത് ഇത് പണ്ടേ ഊന്നി പറഞ്ഞിട്ടുള്ളതാണ്, വാവിട്ട വാക്കും കൈവിട്ടായതും. അതെ എന്ന് പറയാം. ബട്ട് അതൊരു വളരെ നല്ല പോയിന്റാണ്. അപ്പം അതുപോലെ മറ്റൊരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് പ്രൊഫഷണൽ ലൈഫിൽ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഡിസ്കഷനോ അല്ലെങ്കിൽ ഒരു ഡിബേറ്റോ പോകുമ്പോഴത്തേക്ക് നമ്മൾ അതൊരു ടൈം ബൗണ്ട് ആയിരിക്കരുത്. അങ്ങനെ ഞാനും ചിലപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പലരും അങ്ങനെ വരുന്നതും കണ്ടിട്ടുണ്ട്. ലൈക്ക് ആ മീറ്റിംഗിൽ പോകുന്നതിന് മുമ്പ് ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ആൻഡ് ഐ നീഡ് ടു കൺവിൻസ് ദിസ് പേഴ്സൺ ഇമ്മീഡിയറ്റ്ലി. എനിക്ക് അങ്ങോട്ട് എന്ന് എന്റെ വാദങ്ങൾ പറയുന്നു, ഐ നീഡ് ടു പ്രൂവ് ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ് ആൻഡ് യു ഓൾ ഹാവ് ടു എഗ്രി. അല്ലെങ്കിൽ പറയുന്ന മറ്റാരെങ്കിലും പറഞ്ഞൊരു ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത്, അത് വന്ന് എനിക്ക് കോൺട്രഡിക്ട് ചെയ്തിട്ട് അത് ഐ ഹാവ് ടു ഡിസഗ്രി ഓൺ ദാറ്റ്. അപ്പം ആ ഒരു ക്ലോസ്ഡ് മെന്റാലിറ്റിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് എനിവെയർ. അപ്പൊ ആ ഒരു ഓപ്പൺ മൈൻഡ്നെസ്, അതുപോലെ തന്നെ ടൈമിന്റെ ഒരു കൺസ്ട്രെയിന്റും,
ഇല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചിലപ്പോൾ നമ്മൾ ഡിസഗ്രി ചെയ്യുന്ന ഒരു ഫാക്ടർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വി ഹാവ് ടു എഗ്രി ഓൺ ഇറ്റ്, ലൈക്ക് ഓക്കെ ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു, അത് തെറ്റാണ്. ഇഫ് യു ആർ ഗെറ്റിംഗ് ഇൻ എ പ്രൂഫ്, അത് തിരിച്ചും ലൈക്ക് ഇറ്റ്സ് വൈസ് വേഴ്സ ടു റൈറ്റ്. ലൈക്ക് ഞാനിപ്പോ ഡിസഗ്രി ചെയ്യുന്ന പോലെ തന്നെ മറ്റൊരാൾ ഞാൻ പറയുന്നത് അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഷുഡ് അക്സെപ്റ്റ് ദാറ്റ് ഫാക്ട്. അതും ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതിനകത്ത് നമ്മൾ ഇതുപോലെ ഒരു ടൈം കൺസ്ട്രെയിന്റ് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് വി വിൽ ബി ഫോക്കസിങ് ഓൺലി ഓൺ ദാറ്റ്. ഇപ്പൊ ഈ പറയുന്ന പോലെ പല ഇത് ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഈസ് ഡ്രൈവിംഗ് ടു ഈ ഡിസഗ്രിമെന്റ് എന്നുള്ളതാണ്. കാരണം ഡിസഗ്രി ചെയ്യുന്നതും എഗ്രി ചെയ്യുന്നതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡേ ടു ഡേ തിങ്. അതിനെ സോ മെനി തിങ്സ് ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിനകത്ത് ഈ ടൈം അല്ലെങ്കിൽ ഈ ഓപ്പൺ മൈൻഡ്നെസ് ഇല്ല, അതുമെല്ലാം ഒരു വലിയ ഘടകമാണ്. നമ്മൾ പോകുമ്പോഴത്തേക്ക് യു ഷുഡ് ബി ബ്രോഡ് മൈൻഡ്. നമ്മുടെ പോയിന്റ്സുകൾ പറയുക, ദിസ് ഇസ് വൈ ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി ദിസ് വേ. അപ്പൊ അത് പറയണ അല്ലല്ലോ, അത് അങ്ങനെയല്ല, ബിക്കോസ് ഓഫ് റീസൺ XYZ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റ് നമ്മൾ ചെയ്യണം. അഗൈൻ 3 second റൂൾ വിൽ ബി ആപ്ലിക്കബിൾ. ഓക്കെ, ആ പറഞ്ഞത് കറക്റ്റ് ആണ്, സോ ഐ ഷുഡ് സേ ഓക്കെ. അപ്പം അങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ രതീഷ് മെൻഷൻ ചെയ്ത മറ്റേ സോഫ്റ്റ് സ്കിൽസ്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ബീങ്, നമുക്കത് ചിന്തിക്കാത്തൊരു കാര്യമാണ് അല്ലെ, ബീങ് എ ഗുഡ് ലിസണർ, ഹൗ മച്ച് ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ് വെൻ ഇറ്റ് കംസ് ടു ബി റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി അല്ലെ. നമ്മൾ വിചാരിക്കും ഓ റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രിക്കകത്ത് എങ്ങനെയാണ്, പക്ഷെ അത് ബീങ് എ ഗുഡ് ലിസണർ വെരി ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു ഓപ്പൺ മൈൻഡഡ് ആയിരിക്കുക. ഇപ്പം വേറൊരാൾ പറയുന്നതിനകത്തും സത്യം കാണാം, നമ്മൾ പറയുന്നതിൽ മാത്രമല്ല അയാളുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയും അത് കാണാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. നമുക്കതിന് സത്യം പറഞ്ഞെങ്കിൽ എനിക്കൊന്നും അത്ര ഈസി ആയിരുന്നില്ല അത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു രതീഷൊക്കെ കണ്ടോ ഒരു ലീഡർഷിപ്പ് റോള് വഹിച്ചിട്ടുള്ള ആളാണ്. കണ്ടോ ഇത്രയും പേരെയൊക്കെ ഇപ്പൊ സംഗമത്തിലാണേലും SMAയിലൊക്കെ ആണെങ്കിലും ലീഡർഷിപ്പ് റോള് വഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. കാരണം ഒരുപാട് ആർഗ്യുമെന്റ്സ് കാണും. ഇനിയിപ്പം അതിനകത്ത് തന്നെ പ്രശ്നം, എല്ലാവരും പറയുന്നത് നമുക്ക് ലിസൺ ചെയ്യാൻ പറ്റത്തില്ല. ചില ആൾക്കാരെ നമ്മൾക്ക് നോ പറയേണ്ടി വരും. ഇനി അത് തന്നെ എങ്ങനെ റെസ്പെക്ട്ഫുള്ളി നോ പറയാം, അതൊക്കെ രതീഷ് നന്നായി ആ ഒരു റോള് വഹിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോഴും അതറിയാം. പക്ഷെ എന്നെപ്പോലുള്ള ഒരാൾക്കൊക്കെ സോ ദർ ഈസ് ലൈക്ക് 1 point ഇങ്ങനെ എനിക്കങ്ങനെ ആൾക്കാരെ എന്നോട് മിണ്ടാതിരുന്നാലൊന്നും എനിക്ക് കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു കുഴപ്പം എനിക്കുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ പറയുന്ന കാര്യം 100% ട്രൂ ആണെങ്കിൽ അതെനിക്ക് തുറന്നു പറയുന്നതിൽ കുഴപ്പമില്ല. ഇനി മറ്റേ ആൾക്ക് അതുകൊണ്ട് എന്നോട് ദേഷ്യം തോന്നിയാലും എനിക്കൊരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനത്തെ ചില ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ മാറ്റാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ നോക്കിയപ്പോൾ കണ്ടെത്തിയ ചില കാര്യങ്ങളാണിത്. നമ്മളിപ്പോ ഒരാളോട് ഡിസഗ്രിമെന്റ്, ഇപ്പൊ എനിക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കുമല്ലോ, ചില കാര്യങ്ങൾ എനിക്കിത് നന്നായിട്ട് അറിയാം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലാണ് വേറൊരാൾ അഭിപ്രായം പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നത്, നമുക്ക് റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി ചെയ്യാൻ പറ്റാതെ വരുന്നത്. ഇപ്പം എന്റെ ഒരു കാര്യം വെച്ചാല് എനിക്ക് സ്വന്തമായിട്ട് ഭയങ്കര വിശ്വാസമാണ്, എനിക്ക് ഭയങ്കര സ്റ്റൈല് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് സ്റ്റൈല് ചെയ്യാൻ അറിയാം എന്നുള്ളൊരു സ്റ്റൈലിസ്റ്റ് ഒരാളുടെ ഒരു നല്ലതായിട്ട് സ്റ്റൈൽ ചെയ്തിരിക്കുന്ന ആളെ എനിക്കറിയാം നല്ലതാണ്, അല്ലെങ്കിൽ എന്റെ ഒരു കോൺഫിഡൻസ് ആണത്. അപ്പം ചില സമയങ്ങളിൽ അത് ഇപ്പൊ ചില ആൾക്കാർ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് സ്റ്റൈലാണ്, ഇപ്പൊ ഒരാളിലോ അല്ലെങ്കിൽ എന്നിൽ തന്നെയോ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഒരാൾ വന്ന് മുഖത്ത് നോക്കി അയ്യേ ഇന്ന് ഇത് മാത്രം ഇടാൻ കിട്ടിയുള്ളൂ എന്ന് എന്റെ അടുത്ത് പറയുമ്പം ഞാനിപ്പം എല്ലാ മറ്റേ ഫാഷൻ ഇതും ഫോളോ ചെയ്ത് ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് എന്നൊക്കെ കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം എനിക്ക് 100% എനിക്കറിയാം ഇതാണ് ലേറ്റസ്റ്റ് ട്രെൻഡ്. പക്ഷെ എനിക്കറിയാം മറ്റേ ആളാണ് ഇത് ഫോളോ ചെയ്യാത്തത് എങ്കിൽ തന്നെയും എന്റെ പണ്ടത്തെ സ്വഭാവമാണെങ്കിൽ ഞാൻ അത് പറയുകയും അത് കാഷ്വൽ ആയിട്ട് എനിക്കത് കുഴപ്പമില്ല. അപ്പൊ ഈ കാഷ്വലി മീൻ ആവുക എന്നുള്ളത് എനിക്കൊരു വലിയ കുഴപ്പമില്ലാത്തൊരു കാര്യമായിരുന്നു. ഇപ്പൊ ഞാൻ പഠിച്ചൊരു കാര്യമാണ്. കാരണം അത് ലൈക്ക് എന്തൊരു ഇന്നസെന്റ് കമന്റ് ആയിരിക്കാം അത്. അപ്പൊ ഞാൻ അതിനെ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യാൻ പഠിച്ചു. അപ്പൊ ഞാൻ അതിന് എന്റെ പോയിന്റ് പ്രൂവ് ചെയ്യുന്നതിന് പകരം ഞാനിപ്പോ പറയും എനിക്കത് ഇഷ്ടമാണ്, തീർന്നില്ല പ്രശ്നം ഇല്ലേ. പക്ഷെ അതിന് പകരം ഞാൻ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഞാൻ അതിനെ ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആക്കുമായിരുന്നു. അതിന് പകരം ഞാൻ അല്ല ഇപ്പൊ നീ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ
ഇതാണ് ലേറ്റസ്റ്റ് ട്രെൻഡ് കൊണ്ടോ, ഇന്നലെ ഇത് ആലിയ ഭട്ട് ഇട്ടതേ ഉള്ളല്ലോ, ഇന്നലെ ആലിയ ഭട്ട് ഇട്ടതാണല്ലോ ഞാൻ ഇന്നിടുന്നത്. അപ്പം നിനക്കെന്തറിയാം, നീ 1970 ബസ് പിടിച്ച് ഇതുവരെ എത്തിയിട്ടില്ല ഇവിടെ എന്നൊക്കെ തർക്കിക്കാമെന്ന് ഞാൻ. അപ്പൊ അതുപോലെ ഞാൻ എന്റെ മോൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കേളി ഹെയർ ആണ് എന്റെ, അത് എന്റെ മോളുടേത്. അതെ. അപ്പൊ അത് പൊതുവെ ഇപ്പോഴും മലയാളി സമൂഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പൊ ജനറൽ ആയിട്ടുള്ള സമൂഹത്തിനും ഈ സ്ട്രേറ്റ് ഹെയറിനോടുള്ള ഒരു താല്പര്യം ഇപ്പോഴും അവിടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഞാൻ എന്റെ മോക്ക് പറഞ്ഞു കൊടുത്ത കാര്യമാണ്, ആരെങ്കിലും വന്നിട്ട് നിന്റെ കേളി ഹെയർ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാല് യു സേ ഐ ലൈക്ക് മൈ കേളി ഹെയർ. ഓക്കെ, വേറൊന്നും പറയണ്ട, തീർന്നില്ലേ ആ പ്രോബ്ലം. അപ്പം ഞാൻ അതൊക്കെ കഷ്ടപ്പെട്ട് ഡെവലപ്പ് ചെയ്ത ഹാബിറ്റ് ആണ് കേട്ടോ, എനിക്കതൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം എന്റെ ഓരോ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ റിഫ്ലക്ട് ചെയ്തൊക്കെ, ഓ എനിക്ക് ഇത് എങ്ങനെ മെച്ചമാക്കാമായിരുന്നു, എനിക്ക് എന്ത് ഡിഫറെന്റ് ആയി ചെയ്യാമായിരുന്നു ഈ സിറ്റുവേഷനിൽ എന്ന് ഞാൻ ചിന്തിച്ച് ഞാൻ കണ്ടുപിടിച്ച കാര്യമാണ്. ഓക്കെ, എനിക്ക് എന്തിനാ ഞാൻ വെറുതെ അവരോട് എന്തിനാ ആർഗ്യൂ ചെയ്യാൻ പോകുന്നത്, എന്റെ സ്റ്റൈല് നല്ലതാണ്. അവർക്ക് ആ ഒരു സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ അതുപോലെ ഞാൻ വായിച്ചൊരു കാര്യമാണ്, ഇപ്പം നമ്മൾ ബോസിന്റെ അടുത്തൊരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു ആൽഗരിതം തന്നെ ഉണ്ട്. ഇത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി കൊണ്ട് ഉണ്ടാക്കിയ ഒരു ആൽഗരിതം ആണ് കേട്ടോ. എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാര്യം നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യാം. ഇപ്പൊ നമുക്കൊരു പേടിയില്ലേ, ഇപ്പൊ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സന്റെ അടുത്ത് പോയിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ നമുക്ക് മനസ്സിൽ പേടിയാണ്, അവർക്ക് നമ്മളെ ഫയർ വരെ ചെയ്യാം. അപ്പം അവരതിനകത്ത് പറയുന്ന ചില പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് ആക്ച്വലി നമുക്ക് എല്ലാവരുടെ അടുത്ത് ഫോളോ ചെയ്യാം. അവർ പറയുന്ന പോയിന്റ് ഇത് തന്നെയാണ്, ഹൗ ടു റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി. അപ്പൊ അതിനകത്ത് അവർ പറയുന്ന പോയിന്റ് ഇത് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ പോയിന്റ് നിങ്ങൾ കറക്റ്റ് ആക്കി വെക്കുക. യു ഹാവ് യുവർ ആർമി റെഡി. ഇപ്പൊ നിങ്ങളുടെ പോയിന്റുകളെല്ലാം നല്ല കറക്റ്റ് ആയി വെക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു പവർഫുൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിൽ വെക്കുക, ഈ പബ്ലിക് പ്ലേസിനേക്കാളും പ്രൈവറ്റ് പ്ലേസ് ആയിരിക്കും നല്ലത്. കാരണം വെച്ചാൽ അവരുടെ പവർ നമ്മൾ അവരുടെ അടുത്ത് ഡിസഗ്രി ചെയ്യാനാണ് പോകുന്നത് നമുക്ക് അറിയാമല്ലോ. ഇനിയും അവര് പറയാണ് നമ്മുടെയൊക്കെ ഒരു ഫിയർ ആണ് ഈ നമ്മൾ അവരോട് ഡിസഗ്രി ചെയ്തതും കൊണ്ട് അവർ നമ്മളെ ഫയർ ചെയ്യുന്നത്. അത് അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് നമ്മളെ തന്നെ നമ്മൾ കൺവിൻസ് ചെയ്യുക. അപ്പൊ നമുക്കൊരു ധൈര്യം വരും, നമുക്കൊരു കറേജ് വരും. ഇപ്പൊ നമുക്ക് ഉറപ്പാണ്, ഇപ്പൊ ഒരു പ്രൊജക്ട് അവർ പറയുവാണ്, അപ്പൊ നിന്റെ അടുത്ത് പറയുകയാണ് ഒരു 5 പ്രൊജക്ട് ചെയ്യണമെന്ന് പറയുവാണ്. അപ്പം നിന്റെ ആ കമ്പനിയിലുള്ള നിന്റെ എക്സ്പീരിയൻസ് വെച്ച് നിനക്കറിയാം നടക്കാൻ പോകുന്നില്ല. 2 പ്രൊജക്ട് ആണെങ്കിൽ നടക്കും. പിന്നെ നിന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ച് നിനക്കറിയാം ഒരു സമയത്ത് 3 പ്രൊജക്ട് നടന്നു. അത് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദാറ്റ് സർട്ടൻ സർക്കംസ്റ്റാൻസസ് ഓൺലി. അതിനിപ്പം നടക്കണം നിർബന്ധമില്ല. അപ്പൊ ഇത് നിന്റെ ബോസിന്റെ അടുത്ത് പറയണമെങ്കിൽ അവർ പറയുന്നത് ഐ സ്റ്റേറ്റ്മെന്റ് ആണ് പറയേണ്ടത്, യു സ്റ്റേറ്റ്മെന്റിനേക്കാൾ അധികം. പിന്നെ നമ്മൾ ഓഫ് കോഴ്സ് നമ്മളൊരു കുറച്ച് ഹംബിൾ ആയിരിക്കുക. പിന്നെ പറയാ ഐ വാച്ച്ഡ് ദിസ് ഹാപ്പൻഡ്, പക്ഷെ അത് ബിക്കോസ് ഓഫ് ദിസ് സർട്ടൻ സർക്കംസ്റ്റാൻസസ്. അപ്പോൾ നമ്മുടെ കൂടുതൽ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഇങ്ങനെയാണ്. പക്ഷെ അതെ, പക്ഷെ അതിനുശേഷം അവർ പറയുവാണ് ഈവൻ ദോ അത് ഫാക്ട് ആണെങ്കിലും നിങ്ങൾ ഇങ്ങനെ പറയണം, ദിസ് ഈസ് മൈ ഒപ്പീനിയൻ. അപ്പം അത് അവർക്ക് കൂടുതൽ പവർ കൊടുക്കും. ദിസ് ഇസ് എന്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണെന്ന് പറയുമ്പോൾ അവർക്ക് പവർ കൊടുക്കും. അപ്പൊ അവർ പറഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പ് ആക്ച്വലി ഇതൊന്നും അല്ല, ഞാനത് മിസ്സായി. ഫസ്റ്റ് സ്റ്റെപ്പ് അവർ പറഞ്ഞു നിങ്ങൾ ആദ്യം പോയിട്ട് അവരുടെ അടുത്തൊരു ഇൻഡയറക്ട്ലി ആയിട്ട് അവരുടെ അടുത്തൊരു റിക്വസ്റ്റ് ചോദിക്കണം. ഈസ് ഇറ്റ് ഓക്കെ, ക്യാൻ ഐ എന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞോട്ടെ എന്നോ, ഒരു കാര്യത്തിൽ എന്റെ ഒരു ഡിസഗ്രിമെന്റ് പറഞ്ഞോട്ടെ എന്നോ അവരുടെ അടുത്തൊരു പെർമിഷൻ എടുക്കുമ്പോൾ സോ ദേ ഫീൽ പവർഫുൾ. അഗെയിൻ അവർക്ക് തോന്നിക്കണ്ടോ നമ്മുടെ അടുത്ത് പെർമിഷൻ എടുത്തല്ലോ, അപ്പൊ അവർക്കത് പവർഫുൾ ആയി തോന്നി. അഗെയിൻ നമ്മൾ അവരുടെ പവറിനെ റെസ്പെക്ട് ചെയ്തു. പിന്നെ നമ്മൾ നമ്മുടെ ഫാക്ട് പറഞ്ഞതിന് ശേഷം പറയുന്നു ഇത് എന്റെ ഒപ്പീനിയൻ ആണെന്ന് പറയുന്നു. അതിനുശേഷം അഗെയിൻ നമ്മൾ ഈ യു ഫാക്ടർ, അതിനുശേഷം ഏറ്റവും അവസാനം നമുക്ക് പറയാം നീയാണ് ഇതിന് ഡിസിഷൻ എടുക്കേണ്ടത്. തൊട്ടേ ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനെ മാറ്റി ഒരുപാട് മാറ്റണമെന്നല്ല, ബട്ട് യു ഗീവ് പ്രയോറിറ്റി. ഐ മീൻ കുറച്ച് ഇമ്പോർട്ടൻസ് അതിനും കൂടെ കൊടുക്കുക സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനും. ഇനി അത് മാറി വരും. നമുക്ക് ഡ്രാസ്റ്റിക് ആയിട്ട് പെട്ടെന്നൊരു ചേഞ്ച് നമുക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റിയാല്. അപ്പോൾ ദാറ്റ്സ് വെയർ ഫാമിലി പേരൻസ് ലൈക്ക് ദേ ഷുഡ് ഓൾസോ നോ ലൈക്ക് അവരുടെ സോഷ്യൽ സ്കിൽസ്. പിള്ളേര് എഡ്യൂക്കേഷൻ മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ, സോഷ്യൽ സ്കിൽസിലും അവർക്ക് ആയിരിക്കണം. കാരണം ലൈഫിൽ ഒരുപാട് ചാലഞ്ചസ് അവർ ഫേസ് ചെയ്യാം. അതുപോലെ ഒരുപാട് സ്ഥലത്ത് നോ പറയേണ്ടടുത്ത് നോ പറയണം, അല്ലെങ്കിൽ മറ്റൊരാളുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കേണ്ടടുത്ത് അംഗീകരിക്കണം. അപ്പൊ അതുപോലുള്ള ഒരുപാട് സ്കിൽസുകൾ അത് പേരൻസിന് ഒരുപാട് ഇൻപുട്സ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം അത് സ്കൂളിൽ നിന്നും ഫാമിലിയിൽ നിന്നും തുടങ്ങണമെന്നാണ്, അല്ലെങ്കിൽ ഒരുപാട് ഇൻപുട്സ് കൊടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക്
തോന്നുന്നത്. ഇപ്പൊ രതീഷ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ സോഷ്യൽ സ്കിൽസ് നമ്മൾ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യത്യാസം, നേരത്തെ രതീഷ് മെൻഷൻ ചെയ്തല്ലോ, നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മളുടെ ഒക്കെ ഒരു നാട്ടിലെ ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചാടി ഉത്തരം പറയുന്നവരാണ് മിടുക്കരെങ്കിൽ, ഇവിടെ അതിന് പകരം നമ്മൾ ചാടി ഉത്തരം പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. നമ്മൾ നമ്മുടെ കൈ പൊക്കി നമ്മളുടെ ടേണിനായിട്ട് കാത്തിരിക്കുക. അപ്പൊ അവരത് ചെറുപ്പത്തിലേ പഠിക്കുന്നത് കൊണ്ട് അത് അവരുടെ ഹാബിറ്റിന്റെ ഭാഗമാകുന്നുണ്ട്. അപ്പം അതുപോലെ എങ്ങനെ റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി ചെയ്യണം ഒരു കാര്യത്തിന്, നമുക്ക് അതിന്റെ ഒരു ആൽഗരിതം തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും അല്ലെ? നമ്മൾ ചെറുപ്പത്തിലെ തന്നെ നമ്മളത് ഫോളോ ചെയ്യുവാണെങ്കിൽ അത് വീട്ടില്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം, പണ്ടൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു നമ്മൾ എത്ര ഇന്റലിജന്റ് ആണെന്നുള്ളത്. ഇപ്പൊ അതല്ല, ഇമോഷണൽ മെച്യൂരിറ്റിക്കാണ് കൂടുതൽ പ്രധാനം. കാരണം ഒരു ടീം പ്ലെയർ ആകാനും ഒരു സ്ഥലത്ത് നന്നായിട്ട് ബിഹേവ് ചെയ്യാനും, അത് നമ്മുടെ ഒരു മാനേജർ, നമ്മൾ എത്ര സ്കിൽഫുൾ ആയിട്ടുള്ള ഒരാളാണെങ്കിലും നമുക്ക് നന്നായി ബിഹേവ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ചിലപ്പം ആ ഒരു കാരണം കൊണ്ടായിരിക്കും നമ്മളെ അവർ ഫയർ ചെയ്യുന്നത്. നമുക്ക് എത്ര സ്കിൽ ഉണ്ടായിട്ടും കാര്യമില്ല. പക്ഷെ നമുക്ക് ആ ഒരു എൻവയോൺമെന്റുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ആ സോഷ്യൽ സ്കിൽസിന് വേണ്ടിയിട്ടുള്ള, എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തേതായ ഒരു തരം അല്ലെ, ഒരു നമുക്ക് സ്കൂളിൽ നിന്ന് ഒരു കോച്ചിങ് കിട്ടാത്തത് തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് ഏറ്റവും അധികം ആവശ്യം വരുന്ന ഒരു കാര്യമാണ്. അപ്പം എനിക്ക് എന്റെ ജോലിയിൽ ഞാൻ മറ്റൊരാളാണ് എന്ന് വെച്ചാൽ, ഞാൻ ജോലിയിൽ എക്സ്ട്രീംലി പ്രൊഫഷണൽ ആണ്. ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഫുൾ ടൈം എനിക്ക് നന്നായിട്ട് റെസ്പെക്ട്ഫുൾ ആയിട്ട് പെരുമാറാൻ അറിയാം, പ്രൊഫഷണൽ ആയിട്ട് പെരുമാറാൻ അറിയാം. അപ്പൊ ആലോചിച്ച് നോക്കുക, അപ്പൊ ഞാൻ അല്ലാതെ പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ, ലൈക്ക് എനിക്കത് ആവശ്യം വരുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനത് പർപ്പസ്ഫുള്ളി ചെയ്യാത്തതല്ലേ, അപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെതായ കോച്ചിങ്ങും ട്രെയിനിങ്ങും കുട്ടികളെ ചെറുപ്പത്തിൽ മുതലേ പഠിപ്പിക്കണം. എന്ന് പറഞ്ഞാല് നിങ്ങൾ ഒരു കാര്യത്തില് തോൽവി സമ്മതിച്ചതുകൊണ്ട് നിങ്ങൾ ചെറിയ ആളായി മാറുന്നില്ല, അപ്പോഴാണ് നിങ്ങൾ വലിയ ആളായി മാറുന്നത് എന്നുള്ള മെസ്സേജ് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കൊടുക്കണം. നമ്മളുടെ ഈ എന്തെങ്കിലും നമ്മൾ ആദ്യം പറഞ്ഞ ടോപ്പിക്കിലോട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ, യു നോ വാട്ട് ഐ മീൻ എന്നുള്ള ഫ്രേസ്, പിന്നെ ഈ ഐ നോ എന്ന് മറുപടി പറയുന്ന പോലെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്ക്, ചിലപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ മറ്റേ ആളുടെ അടുത്ത് നിന്നും പഠിക്കാനുണ്ടാകും. ഇല്ലെങ്കിൽ തന്നെയും അയാളെ റെസ്പെക്ട് ചെയ്യാൻ പഠിച്ചു നോക്ക്. അപ്പം അങ്ങനത്തെ കാര്യം നമ്മൾ സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും തന്നെ എങ്ങനെ റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി ചെയ്യാമെന്ന് ചെറുപ്പത്തിലെ പഠിച്ചാൽ നമ്മൾ അഡൽട്സ് ആയിരിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ലൈഫ് ഈസിയർ ആയിരിക്കും. ഈ ഒരുപാട് ക്ലാഷ് ഒന്നും റിലേഷൻഷിപ്പിൽ വരത്തില്ല. അപ്പൊ അത് എല്ലാ റിലേഷൻഷിപ്പിനെയും അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു എന്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ആകെപ്പാടെ ചെയ്യാൻ അറിയാവുന്ന ഒറ്റ കാര്യമുള്ളൂ. ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കാര്യം ഞാൻ എന്റെ പോയിന്റ് സ്ഥാപിക്കാൻ ശ്രമിക്കുവാണ്. അപ്പൊ മറ്റേ ആളത് ലിസൺ ചെയ്യുന്നില്ല. ഞാൻ മറ്റേ നമ്മൾ ഇറങ്ങിപ്പോക്കില്ലേ പാർലമെന്റിൽ നിന്ന്, അപ്പൊ അത് ഞാൻ പണ്ട് മുതലേ ചെയ്യുന്നൊരു കാര്യം. വീട്ടിൽ നിന്ന് ഇപ്പം ഒരു കാര്യം ഞാൻ എന്റെ പോയിന്റ് പറയുന്നു, ആരും എന്റെ പോയിന്റ് ശ്രദ്ധിക്കുന്നില്ല, ഞാനപ്പം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു. എനിക്ക് തോന്നുന്നു അത്, പക്ഷെ ഞാൻ ഒരിക്കലും എല്ലി എത്തില്ല, ആ ഒരു ഹാബിറ്റ് എനിക്കില്ല. പക്ഷെ ഞാൻ എന്റെ ഒരു മെക്കാനിസം ഇതാണ്, ഞാൻ അതിൽ നിന്നും ആ സിറ്റുവേഷനിൽ നിന്ന് ഞാൻ മാറിപ്പോവാ. അത് ഒരു തരത്തിൽ പറയാനേ കുഴപ്പമില്ല, കാരണം തിരിച്ച് ഞാൻ വരുമ്പോൾ ഒരു ഫ്രഷ് മൈൻഡുമായിട്ടായിരിക്കും ഞാൻ വരുന്നത്. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ കേൾക്കാനുള്ള മനസ്സുണ്ടാകും. അപ്പം ഞാൻ എന്റെ മോളുടെ അടുത്തും ചെയ്തൊരു കാര്യമാണ്, എനിക്ക് തന്നെ ടൈം ഔട്ട് കൊടുക്കുക. എനിക്ക് തോന്നുവാണ് ഞാൻ എന്റെ മാക്സിമം എത്തി, എനിക്കിനിയും ആരും പറയുന്നത് ലിസൺ ചെയ്യാൻ പറ്റത്തില്ല, എന്റെ തന്നെ ചിന്തകളിൽ ഞാൻ ഭയങ്കര എക്സ്ട്രീം ആണെന്ന് തോന്നുന്ന നിമിഷത്തിൽ നമ്മൾ ആ ഒരു എല്ല് ചെയ്യുന്ന ആ പോയിന്റ് ആകുമ്പോൾ ഞാൻ ടൈം ഔട്ട് എടുക്കും, എനിക്ക് വേണ്ടിയിട്ട് തന്നെ. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടേതായ പേഴ്സണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം. പക്ഷെ അതോടുകൂടി തന്നെ സ്ട്രോങ്ലി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ എന്തെങ്കിലും ആരെങ്കിലും, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കുട്ടികൾ പറയാൻ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ തുടങ്ങുമ്പോൾ അവർ പറയും ഐ നോ. അത് അല്ലെ, നമുക്കത് എന്ത് ഡിസ്റെസ്പെക്ട്ഫുൾ ആണത്, നമ്മൾ ആ സെന്റൻസ് മുഴുമിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ കണ്ടോ, യു നോ വാട്ട് ഐ മീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് അയാൾക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ല. അപ്പം എന്റെ മനസ്സിൽ തോന്നുന്നത് നിനക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ല അല്ലേ, അത് തന്നെ എനിക്ക് അപ്പൊ അതാണ് മനസ്സിൽ തോന്നുന്നത്. നമ്മളൊരു കാര്യം ഉണ്ടല്ലോ, ഒരേ പോയിന്റ് തന്നെ അവരുടെ റെസ്പെക്ട്ഫുള്ളി പറഞ്ഞാൽ തന്നെ ഒരു വലിയ വ്യത്യാസമുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ അവർക്ക് വില കൊടുത്തുകൊണ്ട് ഇത് എന്റെ ഒപ്പീനിയൻ ആണ്, ഇപ്പം അവരെ യു എന്നുള്ള ഒരു കോൺവെർസേഷനിൽ അവരെ അപമാനിക്കാതെ എന്റെ ഒപ്പീനിയൻ ഐ എന്നുള്ളതിലോട്ട് കൂടുതൽ ഐ ബിലീവ് ദിസ് ഈസ് ട്രൂ, ഐ ബിലീവ് എന്ന് കൂടുതൽ പറയുവാണെങ്കിൽ മറ്റേ ആൾക്ക് അത്ര ഒഫൻഡഡ് ആവത്തില്ല. യു ആർ റോങ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഒഫൻഡഡ് ആവുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാതിരിക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ലൈക്ക് ഓവർ ദി ഇയേഴ്സ് ആണ് ഞാൻ ഓരോ തവണയാണ് ഞാൻ ഇതൊക്കെ
എനിക്ക് അതിനകത്ത് ഒരു ഭാഗ്യത്തിന് എനിക്ക് തന്നെ ഓരോ തവണയും തോന്നും ഇങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ അത് നമ്മൾ ഒത്തിരി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പും പ്രൊഫഷണൽ ആണെങ്കിലും പേഴ്സണൽ ആണെങ്കിലും നമുക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഈ ന്യൂ ഇയറിൽ നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുന്നത് പാളി പോകാത്ത ഒരു റെസൊല്യൂഷൻ ആയിട്ട് എങ്ങനെ റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി ചെയ്യാം എന്നുള്ളതിന്റെ ഒരു കാര്യമായിക്കോട്ടെ നമ്മൾ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും അഗൈൻ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. കീപ് ഓൺ ലിസണിങ്. ലൈക്ക് ബട്ടൺ അമർത്താത്തവർ ലൈക്ക് ചെയ്യുക. Don't forget to click the bell button and subscribe. Thank you very much, Radish, again.